ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് ആ ചിക്കനെ കഴുകി ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണേ. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം വെച്ചിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ. അത് നന്നായി ഒന്ന് മുരിഞ്ഞു വന്ന ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്കി പരിപാടീസൊക്കെ. ആദ്യം 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 2 വറ്റൽമുളകും കൂടെ തന്നെ 3 വലിയ സവാള അരിഞ്ഞതും പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മുടെ ഫ്രൈഡ് ചിക്കനിലും അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അത് നന്നായി ഒന്ന് വഴണ്ടി വന്ന ശേഷം നമുക്ക് നമ്മുടെ തക്കാളി കുട്ടന്മാരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സായി വന്ന ശേഷം നമുക്ക് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ പൊടികളായിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണേ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്ന ശേഷം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ ഫ്രൈ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ആ മസാലയിലൊക്കെ മിക്സായി വരുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തന്നെ മല്ലിച്ചെപ്പും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്